പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ പച്ചേരി ഫാറൂഖ് സാഹിബാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലും ജില്ലാ തലത്തിലും ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. 4 പതിറ്റാണ്ടിലധികമായി പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ നിറസാന്നിധ്യം എല്ലാ സകല മേഖലകളിലും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം. പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തി എന്നൊക്കെ അദ്ദേഹത്തെ സൂചിപ്പിക്കാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബ്, ഈ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് ഞാൻ നിങ്ങളൊരു സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ച് അന്ന് മുതൽ നിങ്ങൾ കൗൺസിലർ ആയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചും ഒന്ന് കൃത്യമായി തന്നെ നമുക്ക് ഭാവി തലമുറക്ക് അറിയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കാൻ, രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചും നിങ്ങൾ നടത്തിയിട്ടുള്ള മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്ന് വിശദീകരിക്കുക. ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പാതായിക്കരയിലെ CPM കോട്ടയിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ജനിച്ചത് വലിയങ്ങാടിയാണെങ്കിലും വളർന്നു വന്നിട്ടുള്ളത് പാതായിക്കര CPMന്റെ ഉരുക്ക് കോട്ടയിലാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ തുടക്കം കുറിച്ചത് എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ ഈ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്തായിരുന്നു. പഞ്ചായത്ത് MSFന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. എനിക്ക് ഇതിനൊക്കെ താങ്ങും തണലും ഒരു വഴികാട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ പിതാവ് മരിച്ചുപോയ പച്ചേരി കുഞ്ഞിമേരി എന്ന എൻ്റെ പിതാവിനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതെനിക്കൊരു വലിയൊരു അനുഭവ സമ്പത്താണ്. അങ്ങനെ 14ാമത്തെ വയസ്സിൽ MSFന്റെ പഞ്ചായത്ത് സെക്രട്ടറിയായി തുടക്കം കുറിച്ച് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഞാൻ 10ാം ക്ലാസ്സോട് കൂടി അവസാനിപ്പിച്ച് ഞാനൊരു തൊഴിൽ മേഖല തേടി ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഞാൻ റൂട്ട് മാറുകയാണ്. അന്നും ഞാൻ ഈ പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജിലെ MSFന് വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ MSFന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, അവർക്ക് സഹായിക്കാൻ വേണ്ടി അവരുടെ കൂടെ എന്നും പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെയാണ് MSF പെരിന്തൽമണ്ണ കോളേജിൽ അവിടെ വിജയക്കൊടി നാട്ടുന്നതും അവിടെ നിലനിർത്തി പോന്നിരുന്നതും പാതായിക്കരയിലെ ഞങ്ങളുടെ യൂത്ത് ലീഗ് MSFന്റെ പ്രവർത്തകരുടെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ്. ഞാൻ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയായി ഉയർത്തി. പഞ്ചായത്ത് 1995 മുനിസിപ്പാലിറ്റിയായി ഉയർത്തുന്നത്. അങ്ങനെ അന്ന് 24 വാർഡാണ്. ആ 24 വാർഡില് എൻ്റെ പ്രദേശത്ത് 7ാം വാർഡാണ് അത്. പാതായിക്കര കോവിലമ്പടി, തണ്ണീർപ്പന്തല്, കുട്ടിപ്പാറിന്റെ ചെറിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കോവിലമ്പടി. ആ വാർഡില് ഞാൻ ആദ്യമായിട്ട് എൻ്റെ 29ാമത്തെ വയസ്സിൽ ഏറ്റവും ചെറുപ്പ പ്രായത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. അന്ന് ആ CPM കോട്ടയിലെ എൻ്റെ എതിരാളിയെ തോൽപ്പിച്ചുകൊണ്ട് 54 വോട്ടിനാണ് ഞാൻ അന്ന് ജയിച്ചു പോയിരുന്നത്. എൻ്റെ ചെറിയ കൊല്ലം 1995 എൻ്റെ 29ാമത്തെ വയസ്സിൽ ആദ്യ നഗരസഭയിലെ ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, നഗരസഭയായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എൻ്റെ 29ാമത്തെ വയസ്സിൽ ഞാൻ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തു വരിക. അന്ന് എൻ്റെ പ്രദേശം അവികസിതയായിരുന്നു. കാരണം എന്താ വെച്ചാൽ CPM ഒരു വികസനം നടത്തിയിട്ടില്ലെങ്കിലും ഒരു പോലെ ഇലക്ഷൻ വരുമ്പോൾ അരിവാട് കാണിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാനുള്ള കാലഘട്ടത്തിലാണ് ആ വികസനത്തിന് അവിടെ തുടക്കം കുറിച്ചിരുന്നത്. എൻ്റെ പ്രദേശത്തെ ഓരോ ആളുകൾക്കും അറിയും, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക്. എന്നാൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഏറ്റവും വലിയൊരു വാർഡാണ് മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ വാർഡ്. ഏറ്റവും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. ആ കഴിഞ്ഞ അന്ന് മുതലുള്ള എൻ്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ട് ഇന്ന് അവിടെ സമ്പൂർണ്ണ വികസനം എത്തിയ ഒരു വാർഡാക്കി മാറ്റിയിട്ടുണ്ട്. തൊട്ട CPMന്റെ വാർഡുകളിൽ പോലും ഒന്നും ഇന്നും പൂർത്തിയാക്കാൻ കഴിയാതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡാണ് എൻ്റെ തൊട്ട വാർഡ്. അവിടെ ഇന്നും എൻ്റെ വാർഡിന്റെ അതിർത്തിയിലുള്ള 3 വാർഡുകൾ ഇന്നും റോഡുകളായി കിടക്കുകയാണ്. വലിയ റോഡുകൾ അതുപോലും ഒന്ന് ടാർ ചെയ്യാൻ പോലും കഴിയാത്ത എൻ്റെ സമീപത്തുള്ള CPMന്റെ വാർഡുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നാൽ അതിന് അപ്പുറത്തേക്ക് എൻ്റെ വാർഡിലെ ജനങ്ങൾ
സമ്പൂർണ്ണ വികസനം. അവർക്ക് ആവശ്യമായ കുടിവെള്ളം എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ തെരുവുകളൊക്കെ എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. അവിടെ ഒരു റോഡ് പോലും മൺ റോഡ് എന്റെ വാർഡിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തു ഒരു റോഡ് പോലും മൺ റോഡ് എന്റെ വാർഡിൽ ഉണ്ടാവും. ഒരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ആ റോഡ് ടാർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടോ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു മാതൃകയാണ് എന്റെ വാർഡിനെ സംബന്ധിച്ച്. അതിനപ്പുറത്തേക്ക് ആ വാർഡിലെ ജനങ്ങള് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ അത് എന്തോ ആയിക്കോട്ടെ, അവരുടെ കണ്ണീരിന്റെ കൂടെ, അവരുടെ പ്രയാസത്തിന്റെ കൂടെ, അവരുടെ സന്തോഷത്തിന്റെ കൂടെ അവര് ആദ്യം ബന്ധപ്പെടുന്ന ഒരാള് എന്ന നിലക്ക് അത് പാതയിക്കരയില് എന്നിവർ അവരെ കൂടെ നിന്നുകാണ്ട് ഈ കാലയളവിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ വലിയ സംതൃപ്തി നൽകിയത്. രാഷ്ട്രീയ രംഗത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയതും എന്നെ ഞാനാക്കിയതും ഞാനൊരു പച്ചേരി ഫാറൂഖ് എന്നൊരു വ്യക്തിയാണ്. ആ പച്ചേരി ഫാറൂഖിന് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്നത് എന്റെ പ്രദേശത്തെ ജനങ്ങളാണ്. അവര് 95 എന്നെ വിജയിപ്പിച്ച് അന്ന് മുതൽ അവരെ എനിക്ക് താങ്ങും തണലുമായിട്ട് ഏത് പ്രതിസന്ധിയിലും അവരെന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഈ പെരിന്തൽമണ്ണയിലും ജില്ലയിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടതാണ്. അത് അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് എല്ലാ പാർട്ടികളെയും തോൽപ്പിച്ച് 213 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പ്രദേശത്തെ ജനങ്ങളെ കൂടെ കഴിഞ്ഞ കാലത്ത് നിന്ന് അവരുടെ കണ്ണീരിന്റെ കൂടെ പ്രയാസത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഗുണം തന്നെയാണ്. അത് അവര് എന്നെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം. അവര് തന്നെയാണ് എന്നെ ബച്ചേരി ഫാറൂഖാക്കി ഉയർത്തിയതും വളർത്തിയതും ഒക്കെ. അപ്പൊ അവരെ മറന്നുകൊണ്ട് എനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അടിവരട്ട് പറയാം. എന്നെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തി നൽകുന്ന കുറെ പ്രവർത്തനങ്ങൾ, അത് ഈ രാഷ്ട്രീയത്തിൽ കൂടി എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ മേഖലയിൽ ഈ വൈത്തുറമ ഭവന പദ്ധതി വന്ന ഏകദേശം 10 കൊല്ലമായിട്ടുള്ളൂ. അതിന്റെ മുന്നേ എന്റെ പ്രദേശത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ കീഴിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് 5 വീടുകൾ അതിന്റെ മുമ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. വൈത്തുറമ വരുന്നതിന്റെ മുമ്പ് 5 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ 14 വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റെ പ്രദേശത്ത്. അത് ജാതി മതം നോക്കാതെ അതിലൊരു വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരിങ്കരയിലെ ഒരു മലയാളി പറമ്പിൽ കാർത്തിയാനി എന്ന് പറയുന്ന ആ മുസ്ലിം സഹോദരിക്കാണ്. അങ്ങനെ ജാതി മതം ഒന്നും നോക്കാതെ അർഹതപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞു പിടിച്ചുകൊണ്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടാണ് ഈ 14 വീടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പൊ 15ാമത്തെ വീട് അടുത്ത മാസം തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ തുറമ ഭരണ പദ്ധതിയിൽ ഒരു എത്തിയ കുട്ടികള്, ഒരു സാധു വിധവ, ഒരു നിത്യരോഗിയാണ്, മരുന്നിന് തന്നെ വലിയൊരു സംഖ്യാതരമാണ്. ആ ഒരു കുടുംബത്തിന് ചെറിയൊരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. 3-4 ആള് ഒരു ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഡിസംബർ മാസം വൈത്തുറമ ഭവന പദ്ധതി. ഒപ്പം തന്നെ ഇതേപോലെ ഈ 14 അപ്പുറത്തേക്ക് ഭാഗികമായിട്ട് നമ്മൾ വീടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ചില വീടുകൾക്ക് നിലം ടൈല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വീടിന് ഞങ്ങള് നിലംപണി തേപ്പ് ഉൾപ്പെടെ, തേപ്പ്, വയറിങ്, നിലംപണി, പിന്നെ വാതിൽപ്പൊളി, ജനൽപ്പൊളി, അങ്ങനെ ഒരു 3 ലക്ഷം രൂപയോളം ഒരു വീടിന്റെ പണിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 വീടുകൾക്ക് ഭാഗികമായിട്ട് 1 ലക്ഷം ചെലവാക്കിയുണ്ട്, 50,000 ചെലവാക്കിയുണ്ട്, 1.5 ലക്ഷം ചെലവാക്കിയുണ്ട്. അങ്ങനെ ഭാഗികമായി ചെലവാക്കിയ വീടുകളും ഏകദേശം 10-15ഓളം വീടുകളുണ്ട്. ഒപ്പം തന്നെ അവർക്ക് പ്രയാസപ്പെടുന്ന വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്തു കൊടുക്കാൻ, അവരുടെ പെൺമക്കളുടെ വിവാഹത്തിന് തന്നെ സഹായം ചെയ്തു കൊടുക്കാൻ, അവർക്ക് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടാൽ അവരെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കാൻ, ഞങ്ങളുടെ പ്രദേശത്ത് 3 കിഡ്നി മാറ്റി വെച്ച ഒരു സംവിധാനം ഉണ്ടായിട്ട് ആ കിഡനി മാറ്റി വെക്കാൻ അതിന്റെ ഒരു കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഏകദേശം 20 ലക്ഷവും 50 ലക്ഷവും 35 ലക്ഷം ഒക്കെ രൂപ പിരിച്ചെടുത്തുകൊണ്ട് 3ഓളം കിഡനി രോഗികളെ ഞങ്ങൾ കിഡനി മാറ്റി വെച്ച് ചികിത്സക്ക് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മേഖലയിലെ എല്ലാ രംഗത്തും അവിടുത്തെ ആളുകളെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ പെരിന്തൽമണ്ണയിലെ കഴിഞ്ഞ MSFന്റെ കഴിഞ്ഞ 6 കൊല്ലക്കാലം യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് 8 വർഷം ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാ രംഗത്ത് ഏകദേശം 30ഓളം വർഷം ഈ പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന STUവിന്റെ പ്രവർത്തന രംഗത്ത് ഞാൻ വന്നതാണ്. പെരിന്തൽമണ്ണയിലെ മണി, STUവിന് നേതൃത്വം കൊടുക്കുന്ന മണി, PT കുഞ്ഞാപ്പ ഉൾപ്പെടെയുള്ള അവരെ കാലഘട്ടത്തിൽ അവരെ കൂടെ നിന്ന് ചെറിയ തോതിലെങ്കിലും ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ചുമട്ട് തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റായി, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ STUവിന്റെ സെക്രട്ടറിയായി,
മണ്ഡലം എസ് ടി യുവിന്റെ ജനറൽ സെക്രട്ടറി ആയി. ഇന്നിപ്പോ മലപ്പുറം ജില്ലാ എസ് ടി യുവിന്റെ വൈസ് പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചു വരാണ്. സംഘടനാ രംഗത്ത് ഈ ലീഗ് ആയിക്കോട്ടെ, യൂത്ത് ലീഗ് ആയിക്കോട്ടെ, MSF ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, ഈ രംഗത്തൊക്കെ പടിപടിയായി ഞാൻ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കൂടെ തന്നെ ഇന്നിപ്പോ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. 2 ടൈമായിട്ട് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് നമ്മുടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലില് നമ്മളെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഏറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഈ റിലീഫ് രംഗത്ത് തന്നെ ഞാൻ ഇതിന്റെ ഒരു സംഗതി മനസ്സിലാക്കിയിട്ട് അന്ന് താലൂക്ക് ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രിയിൽ അതേ കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു റംസാന് നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നത്. അത് മനസ്സിലാക്കിയത് ഞാൻ മുനിസിപ്പൽ ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ റിക്വസ്റ്റ് കൊടുത്ത് അതിന് നേതൃത്വം കൊടുത്ത് ഏകദേശം 13 കൊല്ലം അതിന് കൃത്യമായിട്ട് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ ഫണ്ട് കളക്ഷനും അതിന്റെ ആശുപത്രിയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ടോക്കൺ കൊടുക്കാനും അതിന്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്ര വർഷം? 13 കൊല്ലം ഞാൻ അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അതിന്റെ ഓരോ വർഷവും അതിന് പൈസ തരുന്ന ആളുകളുടെ കണക്ക്, അതിന്റെ വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് എത്തിച്ചു, പൈസ തരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് എത്തിച്ചു കൊടുത്ത് സുതാര്യമായി കൊണ്ടുപോയിരുന്ന ഒരു നോമ്പ് പറയുന്നു ജില്ലാ ആശുപത്രി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായതിന്റെ ഫലമായിട്ട് ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ആ രംഗത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയും മറ്റ് കമ്മിറ്റികളൊക്കെ ആ ജില്ലാ ആശുപത്രി നോമ്പറിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ അതിന് ശേഷം ആ രംഗത്തേക്ക് ഇപ്പോ CS സെന്റർ ആണ് കൊണ്ടു നടക്കുന്നത്. ഏതായാലും എന്നാൽ കഴിയുന്ന പറയാനുള്ള വെച്ചാൽ ഇവിടെ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് രാമദാസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും മറ്റുള്ള ആളുകളൊക്കെ ഞങ്ങളെ ഇടപെടലിലൂടെ അതിനൊക്കെ വലിയ സംഖ്യകൾ തന്ന് സഹായിച്ച ഞങ്ങളെ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു വിഷയമാണ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട്. ഈ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളായിരുന്നു അവർ കൃത്യമായി സഹകരിച്ചത് നമ്മളിന്ന് ഓർത്തെടുക്കുക. അതെ, അതിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്കും ഞാൻ യഥാസമയം ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലായിട്ട് ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സുതാര്യമായിട്ടാണ് പോയിരുന്നത്. ഏതായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഏകദേശം ഫാറൂഖ് സാഹിബ് സൂചിപ്പിച്ചു. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനൊക്കെ നിൽക്കുന്ന സ്വതന്ത്ര തൊഴിലാളിയുടെ യൂണിവേഴ്സിറ്റിയുടെ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ഒരു പൊസിഷനിലാണ്. നീണ്ട 10-30 വർഷമായി ഫാറൂഖ് സാഹിബുമായിട്ടൊക്കെ നിരന്തരമായി കഴിഞ്ഞ ബന്ധമുള്ളത് കൊണ്ട് എന്നെ പോലുള്ള സ്വതന്ത്ര തൊഴിലാളി യൂണിവേഴ്സിറ്റിയുടെ ഓരോ ഭാരവാഹിയും പ്രത്യേകിച്ച് നേതാവിനോട് കടപ്പെട്ടത്. ഞങ്ങൾ ഓരോ ഉയർച്ചയിലും എല്ലാ കാര്യങ്ങളിലും ഫാറൂഖ് സാഹിബിന്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി സംബന്ധമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വരാൻ പോകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വിരച്ചുകൊള്ളുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ലീഡേഴ്സ് നേതൃത്വം നൽകാൻ പെരിന്തൽമണ്ണയിൽ ഈ മുനിസിപ്പാലിറ്റിയെ തിരിച്ചുപിടിക്കാൻ ഫാറൂഖ് സാഹിബിനെ പോലുള്ള ആളുകൾ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകണം എന്നുകൂടി ഈ സമയത്ത് ഫാറൂഖ് സാഹിബിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഫാറൂഖ് സാഹിബിന് അടുത്ത ഒരു നമ്മളെ സൂചിപ്പിച്ച സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ സന്നദ്ധ മേഖലയിലെ പ്രവർത്തന മികവിന് നാഷണൽ സർവീസ് സൊസൈറ്റി പ്രൊജക്ടിന്റെ ഉജ്ജ്വൽ സേവാ പുരസ്കാരം, ദേശീയ ഉജ്ജ്വൽ സേവാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ട് സർവീസ് ബാങ്ക് ഈ സംസ്ഥാനത്ത് തന്നെ ഒരു ശ്രദ്ധേയമായ സർവീസ് ബാങ്കാണ്. അദ്ദേഹം അതിന്റെ 2ാമത് പ്രസിഡന്റായി രംഗത്ത് വന്നൊരു വ്യക്തിത്വമാണ്. സർവീസ് ബാങ്കിന്റെ കീഴിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർവീസ് ബാങ്കിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കും. നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ്. 400 കോടി ഡിപ്പോസിറ്റ്, 465 കോടി ലോണ്, 240 കോടി അതിന്റെ റിസർവ് ഫണ്ട്. അത് ഈ റിസർവ് ഫണ്ട് അപൂർവം ബാങ്കുകൾക്ക് മാത്രമാണ്. ആ ബാങ്കിന്റെ അടിത്തറ ഭദ്രാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ബാങ്കിനെ കൊണ്ട് ചെയ്യാനും കഴിയും. കഴിഞ്ഞ കാലത്തൊന്നും ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ടൈം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടങ്ങാൻ കഴിഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ, സാധാരണക്കാരായ ആളുകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ഒരു നീതി മെഡിക്കൽ സ്റ്റോർ അവിടെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ബാങ്കിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പുതിയ ലോൺ സംവിധാനങ്ങൾ ഈ ബാങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ഈ ബാങ്കിന്റെ ബിസിനസ്സിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ലാഭത്തിൽ വരിക. ആ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഫണ്ടുകൾ ഇതേപോലുള്ള കാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ മാറ്റിവെക്കുന്നു. ആ കാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെച്ച ഫണ്ടിൽ നിന്നാണ് ഞാൻ അന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്, കഴിഞ്ഞ ടൈം അന്ന് 50ാം വാർഷികം ആഘോഷിച്ചത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്, വലിയ തോതിൽ അന്ന് നടപ്പിലാക്കിയ കുറെ പദ്ധതികൾ. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ബാങ്കിലെ A ക്ലാസ് മെമ്പർമാരായ 3 പാവപ്പെട്ട ആളുകൾക്ക് ഓരോ വർഷവും 3 വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ്. അത് തുടർ പദ്ധതിയാണ്.
എല്ലാവരും ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത വലിയൊരു പദ്ധതിയായിട്ട് സോഷ്യൽ മീഡിയയിലും ദൃശ്യ വാർത്താ മാധ്യമങ്ങളും വലുതായി കൊടുക്കുന്നുണ്ട്. ഇത് തുടർ പദ്ധതിയാണ്. 10 വർഷം മുമ്പ് ഞാൻ തുടങ്ങി വെച്ച ഒരു പദ്ധതി ഇപ്പോ 30 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 30 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 3 വീടുകളുടെ പണി തുടങ്ങാൻ പോവുകയാണ്. ഓരോ വർഷവും 3 വീടുകൾ. അത് നല്ലൊരു പദ്ധതിയാണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു ആത്മസംതൃപ്തി നൽകിയ ഒരു പദ്ധതിയാണ്. ഒപ്പം തന്നെ 20,000 A+ മെമ്പർമാരുള്ള ഒരു ബാങ്കാണ്. ഈ 20,000 മെമ്പർമാരിൽ നിന്ന് 550ഓളം 70 വയസ്സ് പൂർത്തിയായ മെമ്പർമാർക്ക് 500 രൂപ മാസാന്തരം പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അന്ന് നടപ്പിലാക്കിയത്. അതും ഇപ്പോഴും വിജയകരമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ ക്യാൻസർ രോഗികൾക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി A+ മെമ്പർമാരായ ക്യാൻസർ രോഗികൾക്ക് 500 രൂപയുടെ പെൻഷൻ പദ്ധതി മാസാന്തരം നൽകി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോ ഈ ബാങ്കിന്റെ ഭരണസമിതിയുടെ തലപ്പത്ത് ഞാൻ വന്നിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ A+ മെമ്പർമാരായ കിഡ്നി രോഗികളുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് കിഡ്നി രോഗികൾ. നമ്മളൊക്കെ അവരുടെ അവസ്ഥ ഓരോ ദിവസവും കാണുകയാണ്. അവരുടെ കണ്ണീര്, ഓരോരുത്തരുടെ കണ്ണീര്, ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാതെ മാനസികമായി പ്രയാസപ്പെടുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ പാവങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രയാസത്തിന്റെ കൂടെ അവരെ ഒന്ന് ചെറുതായെങ്കിലും നമ്മൾ സഹായിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ്. നമ്മളൊക്കെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ട് കിഡ്നി രോഗികൾക്ക് മാസാന്തരം 2,000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോ ബാങ്ക് നടപ്പിലാക്കി. ഏകദേശം 1 കൊല്ലത്തോളമായി ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കി, വിജയകരമായി നടപ്പിലാക്കി വരികയാണ്. അങ്ങനെ ഒട്ടനവധി പദ്ധതി ഇപ്പൊ ഈ ബാങ്കില് കർഷകർക്ക് 1 ലക്ഷം രൂപ പലിശ ഇല്ലാത്ത ലോണ് നൽകി വരുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാൻസർ, ഹാർട്ട് ഓപ്പറേഷൻ, അത്യാഹിതം സംഭവിച്ചു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെയുള്ള ആളുകൾക്ക് 25,000 രൂപ ചികിത്സക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു പദ്ധതി ബാങ്കിന് ഞാൻ പ്രസിഡന്റായിരുന്ന സമയത്ത് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾക്ക് ലോൺ എടുത്ത ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആൾക്ക് 25,000 രൂപ ആ ലോണിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ ബാങ്ക് ഇപ്പോൾ നടപ്പിലാക്കി വന്നിട്ടുണ്ട്. അത് A+ മെമ്പർമാർക്കും ഉണ്ട്, D+ മെമ്പർമാർക്കും ഉണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി കാരുണ്യ പ്രവർത്തനം. ഇപ്പൊ ഒരു കിഡ്നി ഡയാലിസിസ് സെന്റർ തുടങ്ങണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ ബാങ്കിന്റെ വലിയ ഒരു പ്രൊജക്ട് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-25 ഏക്കർ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ആ 25 ഏക്കറിൽ ഒരു 10-15 കൊല്ലം ലക്ഷ്യം ഇട്ടുകൊണ്ട് ഓരോ പദ്ധതികളും സ്റ്റെപ്പായിട്ട് തുടക്കം കുറിച്ച് വലിയൊരു പദ്ധതി നമ്മൾ ഈ ബാങ്കിന്റെ കീഴിൽ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ സ്വപ്ന പദ്ധതിയാണ്. ഒരാൾക്ക് സ്വപ്നം ഉണ്ടെങ്കിലുള്ള നമുക്ക് അത് പദ്ധതികളാവുകയും ആ പദ്ധതികൾ സ്റ്റെപ്പായിട്ട് നടപ്പിലാക്കുവാൻ കഴിയും. ഈ ബാങ്കിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ നമ്മൾ ഒരു നല്ല 25 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു ആധുനിക സംവിധാനത്തിലുള്ള ഒരു സ്റ്റേഡിയം, സ്പോർട്സ് കോംപ്ലക്സ്, ഒപ്പം തന്നെ ഒരു ക്യാൻസർ സെന്റർ, ഒപ്പം തന്നെ നല്ല ഒരു എഡ്യൂക്കേഷൻ, പുതിയ ആധുനിക കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ. ഒപ്പം തന്നെ നല്ലൊരു കൺവെൻഷൻ സെന്റർ, അങ്ങനെ വലിയൊരു പ്രൊജക്ട് ഈ ബാങ്കിന്റെ കീഴിൽ നമ്മൾ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതിൽ തന്നെ നല്ലൊരു ഡയാലിസിസ് സെന്റർ നമ്മുടെ ബാങ്കിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഈ പെരുന്തമണ്ണയിൽ ഒരു നല്ലൊരു ഹൈടെക് ലാബും ഒരു നീതി മെഡിക്കൽ ഷോറും കൂടി തുടങ്ങാനുള്ള തീരുമാനമെടുത്ത് അനുമതിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ ജനങ്ങൾക്ക് ഈ പെരിന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളുടെ നല്ല സപ്പോർട്ടുള്ള ഒരു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് എന്ന നിലയിൽ അവരുടെ മനസംതൃപ്തിക്കനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്താനാണ് ഈ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിന്റെ കഴിഞ്ഞ കാലത്തുള്ള എല്ലാ പ്രവർത്തനത്തിനും ഈ നാട്ടുകാരുടെ പിന്തുണയാണ്. അവരുടെ പിന്തുണ ഈ ഞാൻ പറഞ്ഞ ഈ സ്വപ്ന പദ്ധതി കൂടി ഉണ്ടാവും. എല്ലാ പിന്തുണയും സഹായം ഉണ്ടാവണം എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുന്നത്. ഈ സർവീസ് ബാങ്ക് രംഗത്ത് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ബാങ്ക് എന്നുള്ള നിലക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് എന്നാണ് ബഹുമാന്യ ബഷീർ ഫാറൂഖ് സൂചിപ്പിച്ചത്. ഏതായാലും 1-2 മിനിറ്റ് കൂടി നമ്മൾ ഈ സമയത്ത് ഈ സ്പോർട്സ് രംഗത്ത്, ക്ലബ് രംഗത്തൊക്കെ കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം KFFയുടെ സംസ്ഥാന ട്രഷററാണ്. ഈയിടെയായിട്ട് സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ട്രഷററായിട്ട് ഈയിടെയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു. വർഷങ്ങളായി
ഈ ഖാദർ അലി ക്ലബ്ബുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ജിയോന്റെ പ്രവർത്തനവും ആ ക്ലബിന്റെ കീഴിലുള്ള പരിപാടികളുമായിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ജിയോന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിത്വം. അതേക്കുറിച്ച് കൂടി ഒന്ന് കുറച്ചുകൂടി അതേ ഒന്ന് സൂചിപ്പിക്കാം. പെരിന്തൽമണ്ണ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് രൂപം കൊടുത്ത ഒരു ക്ലബ്. 1961 പെരിന്തൽമണ്ണ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അത് 2 പേര് പെരിന്തൽമണ്ണയിലൂടെ കളിച്ചു വളർന്ന ഖാദർ ആൻഡ് മുഹമ്മദ് അലി, ഈ 2 പേരിന് സ്മാരകമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ജനിക്കുന്നത് 1965 ഞാൻ ജനിച്ച ഏകദേശം ഒരു 98 ഞാൻ അതിന്റെ 97 കാലഘട്ടത്തിലാണ് ഞാൻ അതിന് മെമ്പറായി കയറുന്നത്. എന്നാൽ ഇന്നിപ്പോ ഞാൻ അതിന്റെ 25 വർഷം തുടർച്ചയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ്. അത് ആർക്കും കിട്ടാത്ത ഒരു 4 നൂറ്റാണ്ടായിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം തുടർച്ചയായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റെടുത്ത കാലത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ആ ക്ലബിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ജനകീയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കീഴിൽ ഒട്ടനവധി ജനകീയ ഫുട്ബോൾ ടൂർണമെന്റുകൾ, 53ാമത് ടൂർണമെന്റാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ വിദേശത്ത് ഒരു ക്ലബ്ബും വിദേശത്ത് പോയി ടൂർണമെന്റ് നടത്തിയിട്ടില്ല കേരളത്തില്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ ഖാദർ അലി മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി ദുബൈയിൽ ഞങ്ങൾ ആദ്യം ടൂർണമെന്റ് നടത്തി. അത് വളരെ വിജയകരമായി. അതിനുശേഷം 51ാമത് ടൂർണമെന്റ് സൗദി അറേബ്യയിലും ജിദ്ദയിലും നടത്തി. അങ്ങനെ അത് വളരെ വിജയകരമായി. അതൊരു ചരിത്രമാണ്. ഒരു ഫുട്ബോളിനെ സംബന്ധിച്ച്, ഒരു ക്ലബിനെ സംബന്ധിച്ച് ചരിത്രമാണ് വിദേശത്ത് പോയി ആ ക്ലബിന്റെ പേരിൽ, ആ ക്ലബിന്റെ സ്മാരകമായിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുക എന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതിലപ്പുറത്തേക്ക് അതൊക്കെ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ പെരിന്തൽമണ്ണയിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നമ്മുടെ ഖാദർ അലി സ്പോർട്സ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഫുട്ബോളിന്റെ കളിക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടി സ്ഥിരമായി കോച്ചിങ് ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരു ക്ലബും ചെയ്യാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ 48 കിഡ്നി രോഗികൾക്ക് മാസാന്തരം 1000 രൂപ പെൻഷൻ. നമ്മുടെ നഗരസഭയിലെ 48 കിഡ്നി രോഗികൾക്ക് മാസത്തിന് 1000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണാറക്കണ്ണനും തണ്ണാനായത് എന്ന് പറയുന്ന പോലെ ഒരു കിഡ്നി രോഗിക്ക് ഒരു ദിവസത്തെ മരുന്നിനെങ്കിലും ചിലപ്പോ ഈ 1000 അവർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അവരുടെ കണ്ണീരിന്റെ ചെറിയൊരു അംശം അത് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പെരിന്തൽമണ്ണ 48 കിഡ്നി രോഗികൾ മാസാന്തരം അവരുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ, ഗവൺമെന്റ് പെൻഷൻ എങ്ങനെ കൊടുക്കുന്നത് എന്നതുപോലെ അവരുടെ അക്കൗണ്ടിലേക്ക് മാസാന്തരം നമ്മൾ കൃത്യമായിട്ട് 10ാം തീയതിക്കുള്ളിൽ അയച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എന്താ മെഡിക്കൽ ഉപകരണങ്ങൾ അത് ഞങ്ങൾ നൽകി വരികയാണ്. ഒപ്പം തന്നെ ഒരു നല്ലൊരു ആംബുലൻസ് സംവിധാനം ഈ ക്ലബ്ബ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കാരുണ്യ സേവന പ്രവർത്തന രംഗത്തും ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഈ പെരിന്തൽമണ്ണയിലെ മറ്റൊരു ക്ലബ്, ജില്ലയിൽ തന്നെ മറ്റു ക്ലബ്ബുകളൊന്നും ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി പെരിന്തൽമണ്ണയിൽ ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലാദ്യം ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പേര് ഖാദർ അലിയാണ്. അതിലാർക്കും യാതൊരു സംശയം. മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടോപ്പ് ക്ലബ്ബാക്കി മാറ്റാനും എന്റെ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ മലയാളികൾക്ക് എവിടെയൊക്കെ അവരൊക്കെ മനസ്സിൽ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബിന്റെ നാമം അവരുടെ മനസ്സിൽ കുടിയിരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത്. അതേപോലെ തന്നെ ഒട്ടനവധി പദ്ധതികൾ ഇന്ന് വരും കാലങ്ങളിൽ നല്ല ഒരു ആധുനിക സംവിധാനത്തോട് 15 സെന്റ് സ്ഥലത്ത് ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നല്ല ആധുനിക സംവിധാനത്തിലുള്ള ഒരു കെട്ടിടം ഈ കാലയളവിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിനെ സംബന്ധിച്ച് നല്ല ആസ്തി ഉള്ള ഒരു ക്ലബ്ബ് തന്നെ ആക്കി മാറ്റാൻ ഇന്ന് ഈ ഖാദർ അലി ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള. എന്നെ സംബന്ധിച്ച് ഈ കാലയളവിൽ അതിന്റെ നേതൃത്വപരമായ പങ്ക് അത് ജനങ്ങൾക്ക് ആവശ്യമായ അവരുടെ മനസ്സിന് സംതൃപ്തി മുഴുവൻ സംതൃപ്തി നൽകാനൊന്നും ഒരാളെ കൊണ്ട് കഴിയില്ല. ദൈവത്തിനും അള്ളാഹുവിനും മാത്രമേ കഴിയുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഈ ഫുട്ബോളിന്റെ വളർച്ചക്കും സേവന പ്രവർത്തനങ്ങൾക്കും പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ക്ലബിനെ കൊണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും പര്യവസാനത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ദീനീ രംഗത്ത് തന്റെ മഹലിലും അതുപോലെ തന്നെ ഒരു നീണ്ട വർഷങ്ങളായി അവിടെ നോമ്പുതുറ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നു. അതേക്കുറിച്ച് 2 വാക്ക് കൂടി മഹലിലെ ആ ഒരു പദത്തിന് എത്ര കാലമായി ഏകദേശം അവിടുത്തെ ഒരു മാതാക്കര മേഖലയുമായി ബന്ധപ്പെട്ട 2 വാക്ക്. ദീനീ രംഗത്ത് ഈ പറഞ്ഞതുപോലെ 35 വർഷത്തിലധികമായി പാദയാത്ര മഹല്ല് കമ്മിറ്റി, എന്റെ 25ാമത്തെ വയസ്സിലെ പാദയാത്ര മഹല്ല് കമ്മിറ്റി അംഗമായിരുന്നു.
അന്ന് മുതൽ ആ മഹല്ല് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ മെമ്പറായി ആ മഹലിന്റെ എല്ലാ പ്രവർത്തന രംഗത്തും അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ മാറ്റങ്ങൾ ആ മഹലില് ഞങ്ങളെ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്റെ പ്രദേശത്തൊരു മദർസ നിസ്കാര പള്ളിയുണ്ട്. അതിന്റെ ജനറൽ സെക്രട്ടറി ഞാൻ 35 കൊല്ലത്തിലധികമായിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി എന്റെ പ്രദേശത്തെ പള്ളി മദർസയുടെ ആ പള്ളി മദർസ നിർമ്മിക്കാനും അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന് മുഴുവൻ സാമ്പത്തിക സ്രോതസ് പിരിച്ചെടുക്കാനും അത് ചെലവഴിക്കാനും അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. നല്ല 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 250 പല കുട്ടികൾ പഠിക്കുന്ന നല്ല ഒരു മദർസ അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലൂടെ പെരിന്തൽമണ്ണയിലെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള റേഞ്ചിന്റെ ഒരു പ്രസിഡന്റായിട്ട് കുറെ കാലമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. റേഞ്ചിന്റെ സെക്രട്ടറി ആയിട്ട് റേഞ്ചിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. SYSന്റെ മുനിസിപ്പൽ മണ്ഡലം തലത്തിലുള്ള കമ്മിറ്റികളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഈ മദർസ മാനേജ്മെന്റിന്റെ മേഖല ട്രഷററായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ദീനീ രംഗത്തും എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഇതിന്റെ ഈ കാലയളവിൽ ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 4 കൊല്ലക്കാലമായിട്ട് ഈ എന്റെ മകന്റെ ഒരു സ്പോൺസർ എന്ന നിലയിൽ ഏകദേശം ഒരു 10-13 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളെ പള്ളിയിലും ഒപ്പം തന്നെ തറയിൽ സ്റ്റാൻഡിലെ പള്ളിയിലും ഇവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു പള്ളി, ഈ 3 പള്ളികളിൽ അവർക്ക് ആവശ്യമായ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക. നല്ല വിപുലമായ രീതിയിലുള്ള നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിനും അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ഉള്ള ഒരാളല്ല. ഏറ്റവും അടിത്തട്ടില് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇന്നും ഞാൻ ആ സ്റ്റേജിൽ തന്നെയാണ് പോകുന്നത്. ഒരാളത്തെ എനിക്ക് അവസാനമായിട്ട് പറയാനുണ്ട്, ഒരാളത്തെ എന്റെ ഈ ഞാൻ 95 മുതൽ ജനപ്രതിനിധിയാണ്. ഈ ബാങ്കിന്റെ 2 ടേം അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരുപാട് രാഷ്ട്രീയ രംഗത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കുന്ന ഒരു നേതാക്കളാണ് ഇന്നുള്ള നല്ലൊരു ശതമാനം ആളുകൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സംതൃപ്തി നൽകുന്നത് ഇതുപോലുള്ള ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും സാമ്പത്തികമുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തികമായ പിന്തുണയോട് കൂടിയാണ് അത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ സുതാര്യമായിട്ട് കണക്ക് ജനങ്ങളെ മുമ്പിൽ സുതാര്യമായിട്ട് ബോധിപ്പിക്കാൻ യഥാസമയം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ ഈ കാലയളവിൽ ഒരാൾക്ക് പോലും ഒരു സാമ്പത്തികമായ ഒരു രൂപ ഞാൻ അനധികൃതമായിട്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് എന്റെ മനസാക്ഷിക്ക് എനിക്ക് ആരെ മുന്നിലും അത് പറയാനും കഴിയും. അങ്ങനെ ഒരാൾക്ക് ഞാൻ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു എന്നത് തെളിയിപ്പിക്കാനും കഴിയും. എന്നെ സംബന്ധിച്ച് അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി നൽകുന്നത്. അത് ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് എന്റെ മക്കളോട് പോലും അതാണ് പറയുന്നത്. ഒരാൾക്ക് അനധികൃതമായിട്ട് പൊരുത്തല്ലാത്ത ഒരു മുതലും ഒരാൾക്ക് വാങ്ങാൻ പാടില്ല എന്നുള്ളത് ഞാൻ എന്റെ മക്കളോടും പോലും എപ്പോഴും പറയുന്നത്. അത് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ പിതാവാണ്. എന്റെ പിതാവിനെ കണ്ടിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പ്രവൃത്തി പദത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്റെ പ്രവർത്തനത്തിൽ എനിക്ക് ആത്മസംതൃപ്തി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധിയിലും അള്ളാഹിന്റെ വലിയ സഹായം പിന്തുണയും ധൈര്യവും എനിക്ക് അള്ളാഹുവിന്റെ ഓരോ സമയത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഈ പ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് പ്രതിസന്ധികളും അതിജീവിച്ച് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അവസാന പോയിന്റിലേക്ക് എത്തി. ഏതായാലും നമ്മളൊരു കാര്യം വിട്ടു ഫർസാബ്, നിങ്ങളെ ഉമ്മാന്റെ പേരിൽ കൊടുത്ത സ്ഥലത്ത് മാതാക്കരിൽ മുസ്ലിം ലീഗ് ഓഫീസ് അങ്ങോട്ട് ഒന്ന് സൂചിപ്പിച്ച നമുക്ക് പറഞ്ഞത് നന്നായി എന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടതായിരുന്നു. ഞങ്ങളെ കുടുംബം നേരത്തെ പറഞ്ഞ ഒരു കാർഷിക മേഖലയിൽ നിന്ന് വളർന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് ആദ്യം ഞങ്ങള് നൽകിയത് എന്റെ പ്രദേശത്തുള്ള മദർസയാണ്. ആ മദർസക്ക് അത്യാവസാന നേതൃത്വം കൊടുത്തതാണ്. ഇന്ന് 2 നില കെട്ടിടവും അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അതിന് ആദ്യം 10 സെന്റ് നൽകിയത് എന്റെ പിതാവിന്റെ പേരിൽ. പിതാവ് മരണപ്പെട്ടതിന് ശേഷം ആദ്യം അതിന് 10 സെന്റ് സൗജന്യമായി നൽകി പാതായിക്കര മഹലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത് ഞാൻ അവിടെ പറഞ്ഞത് സൗജന്യമായിട്ടാണ് 10 സെന്റ് നൽകിയത് മദ്രസക്ക്. ആ മദ്രസ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചത് 250 കുട്ടികൾ പഠിക്കുന്ന നല്ലൊരു സ്ഥാപനമായിട്ട് മാറിയത്. അതിനുശേഷം ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ മാതാവിന്റെ സ്ഥലത്ത്
മാതാവിന് പാർട്ടീഷൻ, ഞങ്ങളെ വാപ്പ മരിച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത ആ സ്ഥലത്ത് നിന്ന് 4 സെന്റ് ഞങ്ങളെ പ്രദേശത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഇടപെട്ടതിന്റെ ഫലമായിട്ട് അത് സൗജന്യമായിട്ട് പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്ന് ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങി പാണക്കാട് ചെന്നതിന്റെ ആധാരം കൈമാറിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പാർട്ടിക്കെതിരായിട്ട് മത്സരിച്ച് ജയിക്കുകയും എന്നാൽ ആ പുറത്താക്കിയ സമയത്താണ് ആ പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസിന് ഞാൻ തുടക്കം കുറിക്കുന്നത്. ആ പ്രദേശത്തുകാരോട് കൃത്യമായിട്ട് ചോദിച്ചറിയാം. സകല പരിപാടികളിലും ആ സമയത്ത് ബിൽഡിങ്ങിന്റെ എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമ്പോ അവിടെ ആ ബിൽഡിങ്ങിന്റെ ഓഫീസിന്റെ 1ാം നില വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ 4 സെന്റ് സൗജന്യമായിട്ട് എന്റെ അമ്മ സൗജന്യമായി തന്ന സ്ഥലത്ത് ഇന്ന് പെരുന്തൽമണ്ണ മണ്ഡലത്തിൽ അത്രക്കും ആധുനിക സംവിധാനത്തോടു കൂടിയ ഒരു ഓഫീസ് കാണിച്ചു തരാൻ ഒരാൾക്കും കഴിയില്ല. അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പാതാക്കരക്കാർക്ക് പറയാം. പാതാക്കരയിലെ ഓരോ മുസ്ലിം ലീഗുകാരനും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു ഓഫീസാണ്. ഏകദേശം 150ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു ഓഡിറ്റോറിയം, വനിതാ ലീഗിനൊരു ഓഫീസ്, യൂത്ത് ലീഗിനൊരു ഓഫീസ്, MSF ഒരു ഓഫീസ്, അവിടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ വേണ്ടി ഒരു ഓഫീസ്, അത്രക്കും നല്ല ആധുനിക അതിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച AC ഫുള്ള് AC സംവിധാനത്തോടു കൂടി CCTV സംവിധാനം ഏർപ്പെടുത്തിയ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തന്നെ, ജില്ലയിൽ തന്നെ ചിലപ്പോ ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്കൊക്കെ ഉണ്ടായിരിക്കാം ഒരു ശാഖാ കമ്മിറ്റിക്ക് ഇത്രയും ആധുനിക സംവിധാനത്തിലുള്ള ഒരു ഓഫീസ് നിർമ്മിക്കാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പാതാക്കരക്കാരെ ഓരോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അഭിമാനിക്കാം. നല്ല അടിപൊളി ഒരു ഓഫീസ് 35 ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചുണ്ടാക്കാനും 14 വൈത്തറാമ ഉണ്ടാക്കിയ ഒരു ചരിത്രം കേരളത്തിൽ ചിലപ്പോൾ ഒരുപാട് കമ്മിറ്റിക്ക് വേറുണ്ടാവില്ല. അത് പാതാക്കരയിലെ മുസ്ലിം ലീഗിന് മാത്രം ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്റെ പ്രചോദനം തന്നിട്ടുണ്ട് എന്റെ വാപ്പയാണ്. അതിന് ആശ്വാസം നൽകുന്ന പ്രവർത്തനം എന്റെ മാതാവിന്റെ പാതാക്കര ലീഗ് ഓഫീസിന് 4 സെന്റ് സൗജന്യമായിട്ട് വിട്ടു തന്നതിലൂടെ നമുക്കൊക്കെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് വളരെ കൃത്യമായി തന്നെ എല്ലാ മേഖല ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫാറൂഖ് സാഹിബ് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും നമ്മളെ സമയം അദ്ദേഹം വളരെ കുറഞ്ഞ സമയം നമുക്ക് അനുവദിച്ച ഫാറൂഖ് സാഹിബിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നുള്ള പ്രവർത്തനം ഏറ്റവും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയുടെ തിരിച്ചുവരവിന് ഫാറൂഖ് സാഹിബിന്റെ നേതൃത്വത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തണമെന്ന് കൂടി ഈ സമയത്ത് കൊടുത്തിക്കൊണ്ട് ഈ പരിപാടി സംബന്ധിച്ചതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.